നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു 2.1 ആംപ്ലിഫയർ ആണ്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ ആംപ്ലിഫയർ അസംബിൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ കൊല്ലത്തുള്ള പ്രശാന്തേട്ടനാണ്. അപ്പം പുള്ളി നമുക്ക് വീഡിയോ അയച്ചാലും നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് അസംബിളിങ് നമുക്ക് നടക്കില്ല. പക്ഷേ ഇവിടെ കാനഡയിൽ എത്തിയിട്ട് നമ്മൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റിവ്യൂ യൂണിറ്റ്സ്, സ്പീക്കർ ബോക്സ്, അതുപോലെ തന്നെ ചെറിയൊരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്ന പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട്. പക്ഷേ കുറച്ച് ലാഗായിട്ടാണ് ഇടുന്നത്. കാരണം നമുക്ക് കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നാട്ടിൽ ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പുള്ളിയുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രശാന്ത് എന്നാണ് പേര്, കൊല്ലത്താണ് ലൊക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ആംപ്ലിഫയർ അസംബിൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു മീഡിയം സൈസ് ക്യാബിലാണ് ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ തന്നെയാണ് ബോർഡും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് വന്നത്. പുള്ളി അസംബിളിങ് മാത്രമാണ് ചെയ്തത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സബിൻ്റെ സെക്ഷൻ 2.1 ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ സബിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 150 വാട്ട്സാണ് നമുക്ക് ഫോറംസ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആംപ്ലിഫയറിന് കിട്ടുക. വീട്ടിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ചെറിയൊരു ഷോപ്പിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു 2.1 ആംപ്ലിഫയർ ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സബിൻ്റെ സെക്ഷനിൽ വരുന്ന ബോർഡ് എന്ന് പറഞ്ഞാൽ DTECൻ്റെ ഒരു 2 ഫെറ്റ് മോണോ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ പവർ സപ്ലൈ സെക്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ സബിൻ്റെ ഫിൽറ്റർ സെക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക, ഈസിയാണ് ആ ഒരു ബോർഡ് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനൊരു ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. DTECൻ്റെ തന്നെ 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന 2-വേ ടോൺ കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SD ഓഡിയോസിൻ്റെ ഒരു 2-വേ ടോൺ കൺട്രോൾ മിനി BT ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളത് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ബോർഡ് തന്നെയാണ്. സ്റ്റീരിയോ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് TDA 7265 എന്ന് പറയുന്ന IC വരുന്ന സ്റ്റീരിയോ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 12 വോൾട്ടിലാണെന്ന് തോന്നുന്നത് വർക്ക് ചെയ്യുന്നത്. അപ്പം ട്രാൻസ്ഫോമർ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ കൊല്ലത്തുള്ള രാധാകൃഷ്ണൻ ചേട്ടനാണ് ട്രാൻസ്ഫോമർ ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ കോൺടാക്ട് നമ്പറിലൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ നല്ല ക്വാളിറ്റിയിൽ വൈൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്യുക. പുള്ളി എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. കാരണം നമ്മൾ വീട്ടിൽ പേഴ്സണലി യൂസ് ചെയ്യുന്ന ആംപ്ലിഫയറിലും പുള്ളിയുടെ ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. ട്രാൻസ്ഫോമറിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ സബിന് സെക്ഷനിൽ വേണ്ടിയിട്ട് 27 8 ആംപിയർ ആണെന്ന് തോന്നുന്നു ട്രാൻസ്ഫോമർ ടാപ്പിംഗ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ പറയുന്നതനുസരിച്ച് ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഇന്ന റൂമിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്ര വാട്ട്സ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിരിക്കുന്ന സ്പീക്കർ എന്താണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ബോർഡ് സെലക്ട് ചെയ്യുന്നത്. അതനുസരിച്ച് നമുക്ക് അതുപോലെ നമ്മുടെ ബഡ്ജറ്റ് ബേസ് ചെയ്ത് നമുക്ക് ആംബിയർ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റേറ്റ് മാറി വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ സ്റ്റീരിയോ സെക്ഷനിൽ വേണ്ടിയിട്ട് 12.0 ഈ ഒരു IC വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അതിൻ്റെ ടാപ്പിംഗ് വരുന്നത്. പിന്നെ ഇതിനകത്തൊരു കൂളിംഗ് ഫാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ USB മൊഡ്യൂൾ, അപ്പോൾ അതിന് വേണ്ടിയുള്ള ടാപ്പിംഗ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതിൽ നോർമലായിട്ടുള്ള അനൗൺസ്മെൻ്റ് ഇല്ലാത്ത ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ് ഉപയോഗിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുമ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് USB മൊഡ്യൂളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഫ്രണ്ടിൽ അക്രിലിക് പാനലൊന്നും ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം ബഡ്ജറ്റ് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുക. പിന്നെ കസ്റ്റമർ പറയുന്നതനുസരിച്ച് നമുക്ക് ഇപ്പം ഇൻ കേസ് നമുക്ക് ഫ്രണ്ട് പാനൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇപ്പം ഫ്രണ്ട് പാനൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പണ്ട് തൊട്ടേ നമ്മളങ്ങനെ ചെയ്തു വരുന്നതാണ്. അപ്പം ഇഷ്ടമുള്ള പാനൽ വെച്ച് അസംബിൾ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള നോബുകളൊക്കെയാണ് ഫ്രണ്ടിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാക്കിൽ സ്പീക്കർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബനാന സോക്കറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ AC കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ SMBS വരുന്ന ടൈപ്പ്, ആ ഒരു ടൈപ്പ് കേബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള രീതിയിലുള്ള കേബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സബിന് സെക്ഷനിൽ നമ്മളൊരു 4 ohms ലോഡിൽ ഒരു 100 വാട്ട്സ് വരെയൊക്കെ മാക്സിമം പുഷ് ചെയ്യും. സ്റ്റീരിയോ സെക്ഷനിൽ നമുക്കൊരു 25 വാട്ട്സ് പ്ലസ് 25 വാട്ട്സ് എന്നുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ സ്റ്റീരിയോ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്കൊരു 150 വാട്ട്സ് വരെ പറയാം. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ. ഓക്കെ, അത് കുഴപ്പമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സ്പീക്കർ, ലോഡ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ വാട്ടേജ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയറിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആംപ്ലിഫയർ അസംബിളിങ് താല്പര്യമുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കാം. കോപ്പറേറ്റ് അടിക്കാത്ത സോങ്ങുകളാണെങ്കിൽ നമുക്കത് ഫുള്ള് പ്ലേ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും നമ്മുടെ ടെസ്റ്റിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. മറ്റ് വീഡിയോസൊക്കെ നമ്മുടെ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേജ് കൂടെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആംപ്ലിഫയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കാനഡയിൽ നമുക്ക് എങ്ങനെ ആംപ്ലിഫയർ അസംബിൾ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പാർട്സ് എവിടെ കിട്ടും എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ടൈം കിട്ടുന്നതനുസരിച്ച് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഇത്രയൊക്കെയുള്ളൂ പറയാനായിട്ട്. നമുക്ക് ഓഡിയോ ടെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.